രാജ്യത്തെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യങ്ങളടങ്ങിയ കാസർഗോഡ് ജില്ലയിലെ മലയോരത്തെ കമ്മാടൻകാവ് നാശത്തിന്റെ വക്കിൽ. അനധികൃത മരം വെട്ടും ഭൂമി കയ്യേറ്റവും കൊണ്ടാണ് ജൈവ കലവറയായ ഈ കാവ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ അടുത്തയിടെ നടന്ന ദേശീയ സെമിനാറിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാവാണിതെന്ന് പ്രഖ്യാപിച്ചത്. ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, ബളാൽ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലാണ് കാവ് നിലകൊള്ളുന്നത്. 110 ഏക്കറോളം വിസ്തൃതിയുണ്ടായിരുന്ന കാവ് കയ്യേറ്റം കാരണം 60 ഏക്കറോളമായി ചുരുങ്ങി. വിലപിടിപ്പുള്ള മരങ്ങളും അപൂർവ സസ്യങ്ങളും ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകുന്നതായി കമ്മാടൻകാവ് സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിക്കുന്നു. സർക്കാർ അധീനത്തിലാണ് ഈ ഭൂമിയെങ്കിലും കമ്മാടൻ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം കൂടിയാണ് കാവ്. സർക്കാർ ഭൂമിയാണെന്നതിനാൽ എല്ലാ ഭാഗത്തു നിന്നും കയ്യേറ്റങ്ങളും നടക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഭൂമി പതിച്ചു നൽകുകയും നിർബാധം തുടരുന്നതായി നാട്ടുകാർ പറയുന്നു. അനധികൃത കയ്യേറ്റം സംബന്ധിച്ച് നമ്മൾ മുൻ MLA ശ്രീ KP സതീശ്ചന്ദ്രൻ നിയമസഭയിൽ ഉന്നയിക്കുകയും അതേപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി ശ്രീ O രാജഗോപാൽ മുഖേന പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി ഈ കാവ് പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം, ഇനി ഏത് ശക്തി ഉപയോഗിച്ചുകൊണ്ടും ഈ കാവ് പതിച്ചു കൊടുക്കാനോ കയ്യേറ്റം നടത്താനോ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. കാവ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ക്ഷേത്രത്തിന് നൽകി സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പരിസ്ഥിതിവാദികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരും കാവ് സംരക്ഷണത്തിനായി മുറവിളി ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M Today.